അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ ചെസ് കപ്പ് 2025 ഒരു അവസാനം വന്നിരിക്കുന്നു. അവസാന റൗണ്ടുകളിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് പോരാട്ടമായിരുന്നു. പ്രജ്ഞാനന്ദ വളരെ നന്നായിട്ട് ടൂർണമെന്റ് തുടങ്ങിയിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അതിനിടയിൽ 2 തോൽവികൾ നേരിടേണ്ടി വന്നു. പക്ഷേ പ്രാഗ് പിന്നീട് ഒരു ഒന്നൊന്നര കംബാക്കാണ് നടത്തിയത്. ഈ ഗെയിം അത്തരത്തിൽ നടത്തിയ ഒരു കംബാക്കിന്റെ ഭാഗമാണ്. ഒരു മസ്റ്റ് വിൻ ഗെയിം ആയിരുന്നു ഇത് പ്രാഗിന്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് നോർഡർബർഗ് അബ്ദുസെട്ടറവാണ്, ബ്ലാക്ക് കളിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രജ്ഞാനന്ദയാണ്. അപ്പോൾ ഗെയിം എങ്ങനെ പോയി നോക്കിയാലോ. ഇവിടെ നോർഡർബർഗ് തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. ഇവിടെ പ്രജ്ഞാനന്ദ സിസിലിയും കളിക്കുന്നു, C5 ആണ്. നൈറ്റ് F3, E6, സെൻറ്ററിലേക്ക് പോണിനെ വെക്കുന്നു, വെട്ടുന്നു, നൈറ്റ് വെച്ച് വരുന്നു. നൈറ്റ് ഇവിടെ C6 കളിക്കുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിൻ്റെ തൈമാനോ വേരിയേഷൻ ആണ് ഇവിടെ പ്രജ്ഞാനന്ദ കളിക്കുന്നത്. നൈറ്റ് C3, നൈറ്റ് F6. അപ്പോൾ ഇവിടെ ഇരുവരും 2 നൈറ്റുകളും പുറത്തിറക്കിയിരിക്കുകയാണ്. ബിഷപ്പ് F4. അപ്പോൾ ഇവിടെ കൂടുതൽ E5 സ്ക്വയറിലേക്ക് കൺട്രോൾ കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോണിനെ D6 ആണ് ഇവിടെ പ്രഗ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഇങ്ങനെ കളിച്ചിട്ട് ഈ 2 പീസുകളെ ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്തുകൂടെ? പക്ഷെ ഇതിലൊരു പ്രശ്നം, ഇവിടെ നോർഡർബെക്കിന് ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് മൂവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബിഷപ്പിനെ എടുക്കാൻ സമയമില്ല, കാരണം ഈ ക്യൂവിന് ഇവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ജസ്റ്റ് ബിഷപ്പ് വെച്ച് ഇവിടെ വരും. ഇവിടെ വൈറ്റിന് നല്ലൊരു പ്ലസൻറ്റ് പൊസിഷൻ കിട്ടും. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ നേരെ ചാടി കയറി ഇതുപോലത്തെ മൂവ്സ് ഒന്നും കളിക്കരുത്. അപ്പം അതുകൊണ്ട് പ്രജ്ഞാനന്ദ വളരെയധികം കെയർഫുള്ളാണ്. ആദ്യം D6 കളിച്ചിട്ട് ഇനി ഇതുപോലത്തെ മൂവ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബിഷപ്പ് B5 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. ബിഷപ്പ് D7, നൈറ്റ് വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് വെട്ടുന്നു. അപ്പോൾ ഈ ബിഷപ്പിന് എവിടെയെങ്കിലും പോകണമല്ലോ. ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ E5 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ ബിഷപ്പിനെ ഈ ഒരു ലൈനിലേക്ക് ഫ്രീ അപ്പ് ചെയ്യാനും കൂടെ നോക്കുകയാണ്. ബിഷപ്പ് G5 കളിക്കുന്നു, H6 കളിക്കുന്നു. അപ്പോൾ ഈ ബിഷപ്പിനെ ഓടിച്ചു വിടാനാണ് ഉദ്ദേശം. ഈ ബിഷപ്പ് ഇവിടെ ഇരിക്കുന്നത് ബ്ലാക്കിന് അത്ര നല്ല പന്തിയല്ല. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഇവിടേക്ക് ജസ്റ്റ് പുറകോട്ട് പോവാം. പക്ഷേ ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് ഇവിടെ G5 കളിച്ചിട്ട് ബിഷപ്പിനെ വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ ഫിയാൻ ചെയ്ത് ഇവിടെ അറ്റാക്ക് ഇവിടെ കണ്ടിന്യൂ ആവുന്നതാണ്. പക്ഷേ ഇവിടെ നോർഡർബെക്ക് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കണു, ക്വീനിനെ ഇവിടെ F6 കൊണ്ടുവരുന്നു. അപ്പോൾ പ്രജ്ഞാനന്ദയ്ക്ക് ഇത് വലിയ കുഴപ്പമില്ലാത്ത പൊസിഷനാണ്. കാരണം ക്വീൻ നല്ലൊരു ആക്റ്റീവ് സ്ക്വയർ ഉണ്ട്. D6 സ്ക്വയറിനെ ഇവിടെ ബിഷപ്പും ഈ ഒരു ക്യൂവിനും ഇവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രജ്ഞാനന്ദയുടെ ക്വീൻ D3 കളിക്കുന്നു നോർഡർബെക്ക്. അപ്പോൾ ഇവിടെ രണ്ട് ചാൻസുകൾ ഇവിടെ ഓപ്പൺ അപ്പ് ആവുകയാണ്. ഒന്നെങ്കിൽ കിങ് സൈഡ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലും ഇവിടെ കളി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ പ്രജ്ഞാനന്ദ എങ്ങനെയാണ് കളി മുന്നോട്ട് പോകുന്നത്? പ്രജ്ഞാനന്ദ A5 കളിക്കുന്നു. ഓക്കെ, ഇനി ക്വീൻ സൈഡാണ് ഇവിടെ വൈറ്റ് ക്യാസലിങ്ങിന് പോകുന്നതെങ്കിൽ ഇവിടെ 2 ഫയലുകൾ ഓപ്പൺ അപ്പ് ആയിട്ട് നല്ല തകർപ്പൻ അറ്റാക്കുകൾ നടത്താം. നേരത്തെ നമ്മൾ റാപ്പ് ഔട്ട് ഗെയിമിൽ കണ്ട പോലെ അതുപോലത്തെ ഒരു അറ്റാക്ക് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ക്വീൻ സൈഡ് ക്യാസൽ ചെയ്യാണ് ഇവിടെ വൈറ്റ്. ഓക്കെ, ഇവിടെ ഒരു ഫ്രീ പോണിനൊക്കെ ഓഫർ ചെയ്യുകയാണ്. പക്ഷെ അത് എടുക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഗെയിമിൽ ബിഷപ്പ് E7 ആണ് പ്രജ്ഞാനന്ദ കളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ജസ്റ്റ് എന്താണ് ഈ ഒരു ഫ്രീ പോണിനെ എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എടുത്തു കഴിഞ്ഞാൽ റൂക്ക് ഇവിടേക്ക് വരും, ക്വീനിനെ ഓടിച്ചു വിടാൻ നോക്കും. വീണ്ടും നമ്മൾ അത്യാഗ്രഹിയായിട്ട് ഈ പോണിനൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വീൻ C4 വരും. ഓൾറെഡി നോക്കുക എന്തോരം ത്രെട്ടാണ്, F7 ത്രെട്ടാണ്. ഇനി ക്വീനിനെയൊക്കെ ഓടിച്ചു വിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് മൂവ് ഉണ്ട്. ഇതുപോലത്തെ ചെക്ക് വരികയും ചെയ്യും, ഈ റൂക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ അത്ര നല്ല കളിയല്ലായിരിക്കും ഇവിടെ ബ്ലാക്കിന്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇതുപോലത്തെ പോൺസൊക്കെ ചാടിക്കയറി വെട്ടണതിന് വരും. അപ്പം ഇതുപോലത്തെ ഫ്രീ പോൺസ് ഒന്നും ഒരിക്കലും എടുക്കുന്നില്ല ഇവിടെ പ്രജ്ഞാനന്ദ എന്താണ് കളിക്കുന്നത്? പ്രജ്ഞാനന്ദ ജസ്റ്റ് നോർമലായിട്ട് ബിഷപ്പിനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇനി ഇവിടെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇനി മേ ബി ഫ്യൂച്ചറിൽ F4 ഒക്കെ പുഷ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ G3 വെച്ച് തുടങ്ങിയിട്ട് F4 പുഷ് ചെയ്യാനാണ് ഇവിടെ നോർഡർബെക്കിൻ്റെ ഉദ്ദേശം. പ്രജ്ഞാനന്ദ എന്തായാലും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതൊരു ഓപ്പോസിറ്റ് സൈഡ് ക്യാൻസലിംഗ് ആണ്. വൈറ്റ് ഇവിടെ ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്തപ്പോൾ ബ്ലാക്ക് ഇവിടെ കിങ് സൈഡാണ് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ G3 ഇവിടെ കളിച്ചിരിക്കുകയാണ്. F4 പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ റൂക്കിന് നല്ലൊരു ഓപ്പൺ ഫയൽ കൊണ്ടുവരാനാണ് ഇവിടെ വൈറ്റ് ശ്രമിക്കുന്നത്. ഇവിടെ റൂക്കിനെ ഇവിടെ B8. അപ്പോൾ ഒരു സൈഡിൽ ഈ റൂക്ക് വെച്ചിട്ട് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ പ്രജ്ഞാനന്ദ ഇവിടെ തുറന്ന് കളിക്കുകയാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫയലിലേക്ക് റൂക്കിനെ കൊണ്ടുവരികയാണ്. F4. അപ്പോൾ ആ റൂക്ക് അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ
റൂക്കിനെ ആദ്യം B4 കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഈ റൂക്കിനെ ഡബിളപ്പ് ചെയ്യാനുള്ളൊരു ഉദ്ദേശമുണ്ട്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ റൂക്കിനെ D4 കളിക്കുക. അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളാണ് പ്രജ്ഞാനന്ദയ്ക്കുള്ളത്. ഇവിടെ ക്വീനിനെ അവിടെ നിന്ന് മാറി ഈ ഒരു C6 പോണിലേക്ക് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ്. ബിഷപ്പും ക്വീനും കൂടെ ആ ഒരു C6 പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്കിവിടെ വലിയ കൂസലൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് പ്രജ്ഞാനന്ദ ആ പോൺ വെച്ച് ആ പോണിനെ അങ്ങ് വെട്ടുകയാണ്. ഓക്കെ, ഇവിടെ റൂക്ക് വെച്ച് വെട്ടാം, പോൺ വെച്ച് വെട്ടാം. ഇവിടെ നോർഡർബെക്ക് പോൺ വെച്ചാണ് വെട്ടുന്നത്. ഓക്കെ, എന്തുകൊണ്ട് റൂക്ക് കൊണ്ട് വെട്ടിക്കൂടാ? നേരിട്ട് ക്വീനിലേക്ക് കൂടുതൽ ആക്ടിവിറ്റി തരുന്ന മൂവ് ഇതല്ലേ? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിനൊരു സൂപ്പർ കണ്ടിന്യൂഷൻ ഉണ്ട്. ജസ്റ്റ് ക്വീനെ സെൻട്രലൈസ് ചെയ്യുക. ഈ ഒരു മൂവ് കളിച്ചതോടെ ഇനി ഈ ബിഷപ്പിന് അടുത്ത മൂവിലേക്ക് ഇവിടെ വന്നിട്ട് ഈ റൂക്കിനെ പിൻ ചെയ്തിട്ട് ഈ റൂക്കിനെ നേടാൻ നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആ ബിഷപ്പിൻ്റെ മൂവ് തടയാൻ നോക്കിക്കഴിഞ്ഞാലും ഓക്കെ H4 കളിച്ച് ഞാൻ ഈ സ്ക്വയർ കൺട്രോൾ ചെയ്തു. പക്ഷേ ഇവിടെ G5 കളിച്ചിട്ട് ഇതേ പ്ലാൻ ഇവിടെ ബ്ലാക്കിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ? അപ്പോൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ ബിഷപ്പ് ഇവിടെ വരും. അപ്പോൾ അതുകൊണ്ട് റൂക്ക് ജസ്റ്റ് തിരികെ പോകുന്നു. ഇവിടെ ആദ്യം ബിഷപ്പിനെ H3 കളിച്ചിട്ട് റൂക്കിനെ വീണ്ടും ഓടിച്ചു വിടാൻ നോക്കണം. ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പോൺ നേരിട്ട് പോകും, ഈ ക്യൂൻ വന്നിട്ട് വെട്ടിയെടുക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലോ നമ്മൾ അടുത്ത റൂക്കിനെയും കൂടെ കളിയിലേക്ക് വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ മോറോർലെസ് ഇവിടെ ഒരു ഡിഫെൻഡിങ് പൊസിഷനിലാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. എന്നാൽ ഇവിടെ കാര്യം ഇവിടെ കിങ് സൈഡൊക്കെ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈ ബ്ലാക്ക് കിങ്ങിന് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ വൈറ്റ് കിങ്ങിനെ നോക്കുക, ഈ രണ്ട് റൂക്കുകളും ഡബിളായിരിക്കുകയാണ്. ഈ ക്വീൻ ഇവിടെ ഉണ്ട്. ഇനി ഭാവിയിൽ ഈ ഒരു ബിഷപ്പ് ഇവിടേക്ക് വരികയും ചെയ്യും. ഈ ഒരു അറ്റാക്ക് വളരെയധികം പവർഫുൾ ആകും. അപ്പോൾ ഓൾറെഡി ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് വളരെ നല്ലൊരു പ്ലസ് പൊസിഷൻ കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ നേരിട്ട് ഈ ഒരു ലൈനിലേക്ക് പോയിട്ട് ഇവിടെ റൂക്ക് വെച്ചിട്ട് പോണിനെ വെട്ടിയെടുക്കാതെ അതിന് പകരം നോർഡർബെക്ക് വളരെ സോളിഡായിട്ട് പോൺ വെച്ച് വെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് റൂക്കുകളെ കൊണ്ട് ഡബിൾ ചെയ്യുവാണ്. ഇവിടെ നേരെ ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള B5 കൊണ്ടുവരികയാണ് പ്രജ്ഞാനന്ദ. B2 ഇവിടെ അറ്റാക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോർഡർബെക്ക് ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നത്? ആദ്യം ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം ആദ്യം ഈ ക്വീനിട്ട് ഒരു കൊട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ചാടിക്കയറി B2 വെട്ടാൻ പറ്റില്ല, കാരണം ക്വീനിട്ട് നേരെ അറ്റാക്കാണല്ലോ. ഓക്കെ, ഇവിടെ ഇതിനൊന്നും വെട്ടാൻ പറ്റില്ല, കാരണം എന്താണ്, ഈ ബിഷപ്പ് ഇവിടെ ജസ്റ്റ് വീഴും. അപ്പം അതുകൊണ്ട് ക്വീൻ ജസ്റ്റ് F5 പോകുന്നു. ഇവിടെ പോൺ വെച്ച് വെട്ടി ഈ ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ B2 പോകാൻ നേരിട്ടൊരു അവസരമില്ല, നേരത്തെ ഈ ബിഷപ്പ് ഇവിടെ വീഴുന്നതാണ്. പക്ഷെ ബിഷപ്പ് ഇവിടെ നിന്ന് മാറി കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ക്വയറിലോട്ട് വരികയാണ്, F6 വരികയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ബിഷപ്പ് ഇങ്ങനെ വന്നതോടെ ഈ ബിഷപ്പ് ആക്റ്റീവായി, ക്വീൻ ഇവിടെ വളരെയധികം ആക്റ്റീവാണ്, ഈ റൂക്കാശന്മാരും വളരെയധികം ആക്റ്റീവാണ്. നോക്കുക, എല്ലാ പീസുകളും ഇവിടെ കളിയിലേക്ക് വന്നിരിക്കുകയാണ് പ്രജ്ഞാനന്ദയുടെ. നല്ലൊരു തീപ്പൊരി ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിഷപ്പ് ഇവിടെ കളിച്ചതോടെ ബിഷപ്പ് B3 വരുന്നു. കാരണം ഇത് കളിച്ചില്ലെങ്കിൽ എന്തായാലും ഈ നൈറ്റിന് ഇവിടെ പോകാൻ അത്ര നല്ല സ്ക്വയറുകളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ബിഷപ്പ് വെച്ചിട്ട് ഈ നൈറ്റിനെ വെട്ടുന്ന ഒരു ത്രെട്ട് തന്നെയാണ്. നൈറ്റ് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലും ഈ ഒരു ബിഷപ്പ് ഇവിടെ വളരെ ആക്റ്റീവാണ്. B2 എന്തായാലും വീഴുന്നതാണ്. അപ്പോൾ B2 വീഴാതിരിക്കാനുള്ള ഒരു ഇതായിട്ട് കൂടെ ബിഷപ്പ് B3 കളിക്കുന്നു. ഇത് കളിക്കുന്നതോടെ കാര്യം രണ്ട് റൂക്സ് ഉണ്ട്, പക്ഷേ ഇതിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ ഈ ഒരു ബിഷപ്പ് ഇവിടെ ഒരു ബ്ലോക്കേഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്വീനെ C5 കൊണ്ടുവരുന്നു. നേരിട്ട് ഇതിനെടുക്കുന്നില്ല, ഇങ്ങനെ പോയിട്ട് ഇവിടെ കാര്യം ഈ ഒരു ബിഷപ്പ് ഇവിടെ ഇടയിലുള്ളതുകൊണ്ട് ഇവിടെ വൈറ്റിന് കോമ്പൻസേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് നേരിട്ട് അതിന് പോകുന്നതിന് പകരം ക്വീനെ C5 കളിച്ചിട്ട് വീണ്ടും ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ്. ബിഷപ്പും ക്വീനും കൂടെ റൂക്കിനെ ഇവിടെ കളിയിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ കുറച്ചൊരു ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ E1 ബിഷപ്പ് വെച്ച് വെട്ടി, പോൺ വെച്ച് വെട്ടി, ക്വീൻ വെച്ച് ഇവിടെ C3 ഇവിടെ വെട്ടിയെടുത്തു. ഇവിടെ എന്താണ് ഇവിടെ വൈറ്റിൻ്റെ പ്ലാൻസ്? ഇവിടെ ഓൾറെഡി നോക്കുമ്പോൾ തന്നെ ബ്ലാക്കിൻ്റെ പീസുകളെല്ലാം വളരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ക്വീൻ വളരെ ആക്റ്റീവാണ്, രണ്ട് റൂക്കുകൾ ഇവിടെ ആക്റ്റീവാണ്. ഈ ഒരു ബിഷപ്പിനും ഈസിലി കളിയിലേക്ക് വരാവുന്നതാണ്. ഒരു പക്ഷേ ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ കുറച്ച് സാക്രിഫൈസുകളൊക്കെ ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ത്രെഡ്സ് ഉള്ളതുകൊണ്ട് നോർഡർബെക്ക് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഫോഴ്സ് ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ പ്രജ്ഞാനന്ദ വിട്ട് കൊടുക്കുമോ? ഈ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് വീഴുമോ? നിങ്ങൾക്ക് എന്താ തോന്നണേ? പ്രജ്ഞാനന്ദയുടെ പൊസിഷൻ വളരെ അറ്റാക്കിംഗ് പൊസിഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കണം. നേരിട്ട് ക്വീൻ എക്സ്ചേഞ്ചിനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ കിങ് ഇവിടെ മൂവ് ചെയ്യണമല്ലോ. ഇവിടെ എങ്ങനെയാണ് കളി മുന്നോട്ട് പോവുക? ഇവിടെ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ എനിക്ക് ഇവിടേക്ക് നേരിട്ടിങ്ങനെ കളിച്ചുകൂടെ?
ഇങ്ങനെ കളിച്ചാലുള്ളൊരു കുഴപ്പം എന്താണ്, ഈ ഒരു റൂക്ക് വെച്ചിട്ട് ഈ ക്യൂവിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു ട്രിക്കല്ല. ഇവിടെ വന്നിട്ട് കാര്യം ക്യൂവിനെ നേടാൻ നോക്കിക്കഴിഞ്ഞാലും തിരിച്ച് ഈ ഒരു ക്യൂവിൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്വീനിൽ അറ്റാക്ക് ഉള്ളത് കൊണ്ട് ക്വീന് ഇവിടെ F6 വരുന്നു. അപ്പോൾ ഇനി ഇതേ ത്രെട്ട്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രെട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇനി റൂക്ക് D4 കളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ക്വീൻ ഇവിടെ വീഴുന്നതാണ്. അത് മാത്രമല്ല ഈ ഒരു F4 പോണിലേക്ക് ഇപ്പോൾ ഒരു ഡബിൾ അറ്റാക്കാണ്. അപ്പോൾ ഓൾറെഡി വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള അറ്റാക്കിംഗ് പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് C3 കളിച്ചിട്ട് ഈ പ്രജ്ഞാനന്ദയുടെ ഈ ഒരു പ്ലാൻ ഇവിടെ ഒഴിവാക്കുകയാണ്. ഇത് കളിച്ചില്ലെങ്കിൽ റൂക്ക് ഇവിടേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ പണി കിട്ടുന്നതാണ്. പ്രജ്ഞാനന്ദ ഇവിടെ കളിക്കുകയാണ്. ഈ റൂക്ക് ഇവിടെ അറ്റാക്ഡ് ആണ്. പക്ഷേ റൂക്കിനെ എടുത്ത് മാറ്റുന്നതിന് പകരം പ്രജ്ഞാനന്ദ കളിക്കുകയാണ് ബിഷപ്പ് F5. അപ്പോൾ ആകെ ഇരുന്ന് ഇവിടെ ആക്റ്റീവ് അല്ലാതിരുന്ന ആ പീസും കൂടെ ഇവിടെ പ്രജ്ഞാനന്ദ കളിയിലേക്ക് കൊണ്ടുവന്നു. ബിഷപ്പ് ഇവിടെ എക്സ്റേ ഡയഗണലിൽ ഇവിടെ ക്വീനെ അറ്റാക്ക് ചെയ്യണു. ക്വീൻ ഇവിടെ പവർഫുൾ ആണ്. റൂക്ക് നല്ല ബ്യൂട്ടിഫുൾ ഫയലിൽ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നോർഡർബെക്ക് കുറച്ച് നേരം ചിന്തിച്ചിട്ട് ഇവിടെ കളിക്കുന്ന മൂവ് ക്വീൻ വെച്ചിട്ട് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണ്. ക്വീനിനെ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ കോമ്പൻസേഷൻ തിരിച്ച് ഈ ക്വീൻ വെച്ച് വെട്ടുമ്പോൾ ആദ്യം ഒരു ബിഷപ്പിനെ കിട്ടി, ഇനി ഇവിടെ റൂക്കിനെയും കിട്ടുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ക്വീൻ കൊടുക്കാതെ, ഇപ്പോൾ ഇവിടെ ക്വീൻ കൊടുക്കുന്നത് ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ്. ഒരു പക്ഷേ ഇങ്ങോട്ടൊക്കെ മാറി കളിച്ചിരുന്നെങ്കിലും തന്നെ ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് ഒരു വിന്നിങ് അറ്റാക്ക് തന്നെയുണ്ട്. എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ വെട്ടി ഒരു ചെക്ക് നൽകും. ഓക്കെ, അപ്പോൾ ഇനി എവിടെ പോയാലും കിങ് ഇവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ വെട്ടി ഒരു ചെക്ക് വരും. ഇനിയിപ്പോൾ ഒരു എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യണമല്ലോ. വെട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഓൾറെഡി 2 പോൺസ് കൂടുതലാണ്. അത് മാത്രമല്ല ഇവിടെ ബ്ലാക്കിൻ്റെ പീസുകൾ വളരെ ആക്റ്റീവാണ്. റൂക്കിനും ഇതുപോലത്തെ നല്ല ആക്ടിവിറ്റി ഉണ്ട്. വേണമെങ്കിൽ അടുത്ത മൂവിൽ A4 ഒക്കെ കളിച്ചിട്ട് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ഫയൽസ് ഇവിടെ ബ്ലാക്കിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഐഡിയാസ്. അപ്പോൾ ഈ ഒരു ലൈനിലോട്ടൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നോർഡർബെക്ക് എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഇവിടെ ക്വീനിനെ അങ്ങ് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ, ഇനി ക്വീനിനെ കൊടുത്തു കഴിഞ്ഞാലും തിരിച്ചൊരു ബിഷപ്പും റൂക്കും കിട്ടുമല്ലോ. അങ്ങനെയെങ്കിലും കോമ്പൻസേഷൻ കിട്ടാനാണ് ഇവിടെ നോർഡർബെക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ക്യൂൻ വെച്ച് ക്യൂവിനെ എടുക്കാം. പക്ഷേ നോർഡർബെക്കല്ല പ്രജ്ഞാനന്ദ ഇവിടെ റൂക്ക് വെച്ച് അതൊരു ചെക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നേരിട്ട് ക്വീനിനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് പോൺ വെച്ച് ഇവിടെ റൂക്കിനെ എടുക്കുമെന്നുള്ളൂ. പക്ഷെ ഒരു പക്ഷേ ഇങ്ങനെ കളിച്ച് കഴിയുമ്പോൾ ഈ ഒരു പോൺസ് ഇവിടെ ഡബിൾ ആവുകയും ചെയ്യും. ഇവിടെ ചെക്കാണ്. അപ്പോൾ പോൺ വെച്ച് വെട്ടിക്കഴിയുമ്പോൾ ഇവിടെ ഡബിൾ പോൺസ് ആണ്. അപ്പോൾ ഈ ഒരു പോണിനെ, ഈ ഒരു D6 പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇനി നോ ലോങ്ങർ ഇവിടെ റൂക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രജ്ഞാനന്ദയുടെ ഡീപ്പ് കാൽക്കുലേഷൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇവിടെ ഇനി ക്വീൻ വെച്ച് വെട്ടുന്നു. ഇനി കിങ്ങിനെ ഇവിടെ C3 കളിച്ചിട്ട് ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു എൻ ഗെയിമിൽ ഇവിടെ ഈ റൂക്കുകൾ നല്ല കണക്ട് ചെയ്തിട്ട് ഈ ഒരു പോണാണ് ഇനിയുള്ള ആകെയുള്ള പ്രതീക്ഷ. ഇവിടെ ക്വീൻ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു പോണിനെ ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പോൾ അത്ര നല്ല ഐഡിയാസ് ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ റൂക്കിന് ഇവിടേക്ക് കളിച്ചിട്ട് ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ പ്രജ്ഞാനന്ദയ്ക്ക് ഈ ഒരു പോണിനെ വെട്ടാവുന്നതാണ്. ഇവിടെ ഡബിളപ്പ് ചെയ്യാൻ നോക്കുവാണ് ഇവിടെ നോർഡർബെക്ക്. ഇനി എന്തുകൊണ്ട് ഈ ഫ്രീ പോണിനെ എടുത്തുവിടാം? ഒരു സിമ്പിൾ ടാക്ടിക് ഉണ്ട്. ക്വീൻ B4 ചെക്ക് വരും, ഈ റൂക്ക് ഇവിടെ വീഴുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നോർഡർബെക്കിൻ്റെ പൊസിഷൻ മോറോലെസ് സ്ക്രാംഡ് ആണ്. ഓൾറെഡി ക്വീനിനെ കൊടുത്തു. ഇവിടെ ബ്ലാക്കിൻ്റെ പീസുകളെല്ലാം വളരെ ആക്റ്റീവുമാണ്. അപ്പോൾ റൂക്കുകളെ ഇവിടെ ഡബിൾ ചെയ്തു, കിങ്ങിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതുപോലത്തെ ത്രെഡ്സ് ഒന്നും വരാതെ, കാരണം ഈ ബിഷപ്പ് ഇവിടേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു അഗ്രസീവ് അറ്റാക്ക് ഇവിടെ വന്നേക്കാം. അപ്പം അതുകൊണ്ട് ഈ ഒരു ചെക്ക് തടയാനും കൂടെ ആയിട്ട് റൂക്കും കൂടെ ഇവിടെയായിട്ട് ഇവിടെ ബ്ലാക്ക് നല്ലൊരു ആക്ടിവിറ്റി ഗെയിം കളിക്കുകയാണ്. കിങ് D3 കളിക്കുന്നു. റൂക്കും കൂടെ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു ത്രെട്ട് നൽകുകയാണ്. ക്വീനും റൂക്കും കൂടെ ചെന്നിട്ട് അവിടെ ആ ഒരു പോണിനെ എടുക്കാൻ നോക്കുകയാണ്. റൂക്ക് ഇവിടേക്ക് വരുന്നു. ക്വീൻ ഇവിടേക്ക് വന്ന് B4 വരുന്നു. F5. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് പൊസിഷൻ ഓപ്പൺ അപ്പ് ചെയ്യാനാണ് ഇവിടെ നോർഡർബെക്കിൻ്റെ ശ്രമം. A4. അപ്പോൾ ഇവിടെ ബ്ലാക്ക് വളരെ ആക്റ്റീവായിട്ട് കിടക്കുകയാണ്. ഇവിടുത്തെ യുദ്ധം ഇങ്ങോട്ട് നടത്തുന്നതിനൊക്കെ മുന്നേ ഇവിടെ തിരിച്ചവിടെ ആക്രമിക്കുകയാണ് ഇവിടെ പ്രജ്ഞാനന്ദ. ഓക്കെ, അപ്പോൾ ബിഷപ്പ് ഇവിടെ C4 പോകുന്നു. ഇനി ഒരു സീരീസ് ഓഫ് ചെക്സ് ആണ്. കുറച്ച് ടൈം ഇവിടെ കൂടി കിട്ടാനായിട്ട് പ്രജ്ഞാനന്ദ കുറച്ച് സീരീസ് ഓഫ് ചെക്സ് കളിക്കുകയാണ്. ചെക്ക്, കിങ് മാറുന്നു, വീണ്ടും ചെക്ക്, കിങ് മാറുന്നു, വീണ്ടും ഒന്നോടെ ഒരു ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ മൂവ് കളിക്കുന്നതോടെ ഇവിടെ ഇൻക്രിമെൻറ്റ് ഇവിടെ കുറച്ച് സമയം കൂടി കിട്ടുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവന്നു. ഇനി ക്വീനും റൂക്കും കൂടെ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ ആയിരിക്കും. റൂക്ക് ഇവിടെ E3 കളിക്കുന്നു. ക്വീൻ വെച്ചിട്ട് വീണ്ടും ഒരു ചെക്ക്, കിങ് മാറുന്നു,
വീണ്ടും ചെക്ക്, കിങ് മാറുന്നു, വീണ്ടും ഒരു ചെക്ക്, അവിടെ ഒരു സൈഡിലേക്ക് പോയി ഒരു ചെക്ക് കൊടുക്കുന്നു, കിങ് ജസ്റ്റ് മാറുന്നു, വീണ്ടും ഇതേ പാറ്റേണിൽ കൂടുതൽ സമയം ഇവിടെ ഗെയിൻ ചെയ്യുകയാണ് ഇവിടെ പ്രജ്ഞാനന്ദ. കിങ് ഇവിടെ മാറുമ്പോൾ G6. അപ്പോൾ ഫൈനലി ഇവിടെ ഒരു മൂവ് കളിക്കുകയാണ്. ഓക്കെ, ഇനി കിങ്ങിന് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ റൂക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കിങ്ങിന് ഇതുവഴിയോടെ രക്ഷപ്പെടാം. ഇതാണ് പ്രജ്ഞാനന്ദയുടെ ഐഡിയ. ഇവിടെ പോൺ വെച്ച് വെട്ടുന്നു, ഒരു ചെക്ക് കൊടുക്കുന്നു, വീണ്ടും പ്രജ്ഞാനന്ദ മാറിക്കഴിയുമ്പോൾ റൂക്ക് ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു ബിഷപ്പിലേക്കും ക്വീൻ, ഈ ഒരു ബിഷപ്പും ഈ ബിഷപ്പിലേക്ക് റൂക്കും ക്വീനും കൂടെ പ്രജ്ഞാനന്ദ ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോർഡർബെക്ക് ഒരു ട്രിക്കി മൂവ് കളിക്കുകയാണ്. നോർഡർബെക്ക് ആദ്യം ഒരു ചെക്ക് കൊടുക്കണം. ഇവിടെ മാറിയതിന് ശേഷം ഇവിടെ ഈ ഒരു ബിഷപ്പ് ഇവിടെ പ്രശ്നക്കാരാണെന്ന് അറിയാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ട്രിക്കി സാക്രിഫൈസ് കളിക്കുകയാണ്, റൂക്ക് G8 ചെക്ക്. അപ്പോൾ ഈ ഒരു മൂവിൻ്റെ പ്രത്യേകത, ഇവിടെ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പ്രജ്ഞാനന്ദയ്ക്ക് പണി കിട്ടും. എന്താണ് കാര്യം നോക്കാം. ഓക്കെ, കിങ് ഈ ഒരു സാക്രിഫൈസ് എടുത്തില്ലെങ്കിൽ കിങ് F6 ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറേ ത്രെഡ്സ് ഉണ്ട്. ഇവിടെ ഇത് നേരെ ക്വീനായിട്ട് കുറേ ത്രെഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു റൂക്കിനെ എടുക്കുവാണ് എന്തായാലും പ്രജ്ഞാനന്ദ. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നോർഡർബെക്കിൻ്റെ ബ്യൂട്ടിഫുൾ കണ്ടിന്യൂഷൻ, ഇങ്ങനെ ആദ്യം വെട്ടി ചെക്ക് കൊടുക്കണം. ഇവിടെയാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ മൊമെൻറ്റ്. ഇവിടെ കിങ്ങിനെ എവിടേക്ക് കളിക്കണം? കിങ്ങിനെ കറക്റ്റായിട്ട് H7 തന്നെ കളിക്കണം. എന്തുകൊണ്ട് അങ്ങോട്ട് കളിക്കണം? ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് വരും. ഇനി കിങ് എവിടെ പോകും? ഇവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് വരും, ഇവിടേക്ക് പോയത്. ഓക്കെ, ഇനി ഇവിടെ ക്വീനൊക്കെ ആയിക്കോയി കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള പ്ലാനാവും, കാരണം ഈ ഒരു ബിഷപ്പ് വീഴും. അതിന് പകരം ഇവിടെ ഒരു അണ്ടർ പ്രൊമോഷൻ, ഒരു ബ്യൂട്ടിഫുൾ വിന്നിങ് ഉണ്ട്. അണ്ടർ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു നൈറ്റ് വെച്ച് ഒരു ബ്യൂട്ടിഫുൾ ചെക്ക് മേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇങ്ങനെ ഒരു മൂവ് കളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് വെട്ടിയതിന് ശേഷം കിങ് ഇവിടേക്ക് മാറിയിട്ട് ഒരു ക്യൂനാവാൻ ഇവിടെ പ്രജ്ഞാനന്ദ ഇവിടെ അവസരം കൊടുക്കുകയാണ് ഇവിടെ നോർഡർബെക്കിന്. നോർഡർബെക്ക് ഇവിടെ ക്വീനായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തു. പക്ഷെ ഓൾറെഡി ഭയങ്കര ലേറ്റാണ്, കാരണം ഈ കിടക്കണ ബിഷപ്പിൻ്റെ പ്രൊട്ടക്ഷൻ പോയി. എന്താണ്? ക്വീൻ വെച്ച് ബിഷപ്പിനെ വെട്ടി ചെക്ക്. ഈ പൊസിഷനിൽ നോർഡർബെക്ക് റിസൈൻ ചെയ്യുകയാണ്. അങ്ങനെ പ്രജ്ഞാനന്ദയുടെ തേരോട്ടം തുടങ്ങി. അവസാനം പ്രജ്ഞാനന്ദ ഈ ഒരു ടൂർണമെൻറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ എൻഡ് ഫിനിഷ് വിത്ത് ദ ഫസ്റ്റ് പ്ലേസ് നടത്തുകയാണ്. അപ്പോൾ നല്ല തകർപ്പൻ ടൂർണമെൻ്റ് ആയിരുന്നു പ്രജ്ഞാനന്ദയ്ക്ക്. ഇടയ്ക്ക് തൻ്റെ തോൽവികളൊക്കെ വന്നെങ്കിലും, ഇവിടെ റാപ്പോർട്ടിൻ്റെ കൂടെ ഗെയിം ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞൊരു ഗെയിം വന്നെങ്കിലും, ഇവിടെ ബ്യൂട്ടിഫുൾ തിരിച്ചുവരവാണ് ഇവിടെ പ്രജ്ഞാനന്ദ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രജ്ഞാനന്ദ ഈ ഒരു വിജയത്തോടെ, ഈ ഒരു ടൂർണമെൻറ്റോടെ ഇന്ത്യയുടെ നമ്പർ 1 റേറ്റഡ് ചെസ് പ്ലെയറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രജ്ഞാനന്ദ തൻ്റെ ഫോം വീണ്ടെടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഫിഡെ സർക്യൂട്ടിലൊക്കെ പ്രജ്ഞാനന്ദ വളരെയധികം ലീഡിംഗ് ആണ്. ഇനി ഒരു ഫ്യൂച്ചർ ചലഞ്ചർ, ഗുക്കേഷിനൊരു ഫ്യൂച്ചർ ചലഞ്ചറായിട്ട് പ്രജ്ഞാനന്ദ വരുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നു. കാരണം ഫിഡെ സർക്യൂട്ടിലൊക്കെ ഇവിടെ മുന്നോട്ട് നിന്ന് കാൻഡിഡേറ്റ്സും വന്നു. ഇപ്പോഴത്തെ ഒരു ഫോം അനുസരിച്ച് പ്രജ്ഞാനന്ദയ്ക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നു. അപ്പോൾ പ്രജ്ഞാനന്ദയുടെ ഈ ഒരു ഫോം തുടരട്ടെ നമ്മൾ പ്രത്യേകിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.